ഇതിപ്പോ HDP ഗ്രോ ബാഗിൽ നട്ട കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ നടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കാനും കുരുക്കളൊക്കെ പോകാനും കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് പൗഡറായിട്ട് ഉപയോഗിക്കാം, മഞ്ഞളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മ ഇതെങ്ങനെയാ നട്ടേക്കണേന്ന് പറഞ്ഞാൽ ഇത് HDP ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് ഒരു 6 മഞ്ഞളൊക്കെ നടാം. അപ്പൊ അടിയിൽ നമ്മ നന്നായിട്ട് കരിയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. മണ്ണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മ ചാണകപ്പൊടിയും കുമ്മായും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ്. പിന്നെ നമ്മ 6 വിത്തിട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തേക്കണേണ്. ഇനി ഇത് മുളച്ച് വരുമ്പോ നമ്മ ഒന്നും കൂടെ മണ്ണിട്ട് കൊടുത്താൽ മതി. വേറെ വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ ഇലകളൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് നമ്മ ഇത് വിളവെടുക്കണത്. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട നല്ല ചന്ദനത്തിന്റെ കളറാണ്. പിന്നെ നല്ല കർപ്പൂരത്തിന്റെ മണവുമാണ്. നമ്മ അരിയത്തേക്ക് വരുമ്പോ തന്നെ നല്ല മണമുണ്ട് കസ്തൂരി മഞ്ഞളിന്. ഇതാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ. കണ്ട കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഇതേപോലെ നല്ല ചന്ദനത്തിന്റെ കളറാണ്. മഞ്ഞ കളറല്ല, മഞ്ഞ കളർ മഞ്ഞക്കൂവയുടെ പൗഡറാണ്. അപ്പൊ നമ്മ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തേനില്, പാലില്, പിന്നെ കറ്റാർവാഴയുടെ ജെല്ലില്, പനിനീരില്, തൈരില്, തേങ്ങാപ്പാലിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതായിട്ട് കസ്തൂരി മഞ്ഞള്.